വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ നമ്മൾ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റത്തെ വോളിയം എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഫോർമുലാസ്, അതേപോലെ അതിന്റെ പ്രോബ്ലംസ്. സോ ബേസിക്കലി നമുക്ക് ഇവിടെ മൂന്ന് ഷേപ്സ്, ദാറ്റ് ഈസ് ക്യൂബ്, ക്യൂബോയിഡ് ആൻഡ് സിലിണ്ടർ, ഈ മൂന്ന് 3D ഷേപ്സിന്റെ വോളിയമാണ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഏറ്റവും ആദ്യം ക്യൂബോയിഡ്. സോ ദിസ് ഈസ് എ ക്യൂബോയിഡ്. എന്താ ക്യൂബോയിഡിന്റെ പ്രത്യേകത? ഇവിടെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇതൊക്കെ എന്താവാം? ഡിഫറെന്റ് ആവാം. ഇഫ് ലെങ്ത് ഈക്വൽ ടു ബ്രെഡ്ത്ത് ഈക്വൽ ടു ഹൈറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിന് എന്തെന്നാ പറയാ? ക്യൂബ് എന്നാണ് പറയാ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ക്യൂബോയിഡ്? ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? താഴെയുള്ള ഏരിയ കിട്ടും. അതിനെ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും? അതിന്റെ വോളിയം കിട്ടും. ഇനി എച്ച് ഇൻറ്റു ബി ആണ് ചെയ്യുന്നതെങ്കിലോ ഈ ഒരു ഏരിയ കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? എച്ച് ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ, ബേസിക്കലി എച്ച് ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എച്ചും ബിയും വരുന്ന ഈ ഒരു ഏരിയ ആണ് കിട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? എല്ലോണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇത്രയും ആ ഒരു വോളിയമാണ് കിട്ടുക. സോ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ചെയ്താലും ബ്രെഡ്ത്തിന്റെ ഹൈറ്റ് ചെയ്താലും ലെങ്ത്തിന്റെ ഹൈറ്റ് ചെയ്താലും ഒക്കെ ഏരിയ ആണ്. പിന്നെ അടുത്ത ഡയമെൻഷനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് വോളിയമായിട്ട് അതിന്റെ ഉള്ളിൽ എത്ര എലമെന്റ്സ് അല്ലെങ്കിൽ വാട്ടർ ഓർ വാട്ടെവർ അതിന്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ, അല്ലെങ്കിൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അല്ലെങ്കിൽ മൂന്ന് ലെങ്ത്തിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ ഒരു കാര്യം, ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് that a 3D shape can hold, അതാണ് എന്ത്? കപ്പാസിറ്റി. അപ്പോ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വാട്ടറോ അല്ലെങ്കിൽ മിൽക്കോ എന്താണ് ഹോൾഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്ന കപ്പാസിറ്റി. അപ്പൊ അത് പറയുന്ന സമയത്ത് വേറൊരു കാര്യം കൂടി പറയണം. ഇവിടെ 1 മീറ്റർ ക്യൂബ് ആണ് വോളിയം എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് 1000 ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി. സോ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ 1 സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിലോ നമുക്ക് പറയാൻ പറ്റുന്നത് 1 മില്ലി ലിറ്റർ ആണെന്ത്? അതിന്റെ കപ്പാസിറ്റി. സോ ജസ്റ്റ് കപ്പാസിറ്റി ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ വരുന്നുണ്ട് പ്രോബ്ലംസ്, അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് ക്യൂബോയിഡ് കഴിഞ്ഞു. ഇനി ക്യൂബിലേക്ക് പോകും. ക്യൂബിൽ പോകുമ്പോൾ എന്താ വരിക? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണെങ്കിൽ L ഇൻറ്റു L ഇൻറ്റു L, അല്ലെങ്കിൽ X ഇൻറ്റു X ഇൻറ്റു X, എക്സ് ക്യൂബ് എന്നാണ് വരിക. സോ നമുക്ക് നോക്കാം. സോ യു സീ ദ equation for cube, length into length into length, so that is L cube ആണ് വരിക. So you can see that here length into and this dimension is also L. അപ്പൊ എന്താ വരിക? L cube എന്നാണ് വരിക. ഇനി ഒരു ഒറ്റ എന്താ പറയാ ഷേപ്പും കൂടിയാണുള്ളത്, അത് സിലിണ്ടർ ആണ്. ഓക്കെ, സോ സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പറയാ, ഇതിന്റെ ഏറ്റവും താഴെ ഇവിടെ നമുക്കുള്ളത് 6 ആണുള്ളത്. അതേപോലെ ഇവിടെ ഹൈറ്റ് ആയിട്ടുള്ളത് എന്താ പറയാ, റേഡിയസ്, ആക്ച്വലി ഹൈറ്റ് ആയിട്ട് H ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഈ 6 എന്ന് പറയുന്നത് ബേസിക്കലി എന്താ പറയാ, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ളതാണ് 6 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏരിയ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൈ ഇൻറ്റു R സ്ക്വയർ ഇൻറ്റു H ആണ് നമുക്ക് കാണാനുള്ളത്. പൈ ആർ സ്ക്വയർ ആണ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ താഴെ പൈ ആർ സ്ക്വയർ ഏരിയ ഇൻറ്റു ഹൈറ്റ്. നമ്മൾ പറഞ്ഞു 3 ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്യണം. 6 ഇൻറ്റു 6 അതാണ് R സ്ക്വയർ ഇൻറ്റു പൈ ആർ സ്ക്വയർ അല്ലെ. ആ ഒരു R സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ താഴെയുള്ള റേഡിയസിന്റെ സ്ക്വയർ പിന്നെ അതേപോലെ ഹൈറ്റ്. സോ ബേസിക്കലി ഇത് മീറ്റർ ക്യൂബോ സെന്റിമീറ്റർ ക്യൂബോ പോലെ പവർ 3 ഉള്ള ഒരു ക്വാണ്ടിറ്റി ആണ് കിട്ടുക. ഓക്കെ, നൗ യു ക്യാൻ സീ the cylinder volume equal to area of base into height. So this is equal to pi r square into H. So this is pi r square H. അപ്പൊ ഇത്രയുമാണ് ഇതിൽ നമുക്ക് തിയറിറ്റിക്കൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. സോ നമ്മൾ ഈ കപ്പാസിറ്റിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. വോളിയം റിഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എൻ ഒബ്ജെക്ട്. എത്രത്തോളം സ്പേസ് occupied ആണ്. Capacity refers to the quantity that a container hold or a 3-dimensional എന്താ പറയാ ഒബ്ജക്റ്റ് ഹോൾഡ്, ഇതൊക്കെ പറയാൻ പറ്റും. ഇപ്പൊ വോളിയം എത്രയുണ്ടോ അതിനനുസരിച്ചാണ് കപ്പാസിറ്റി ഉണ്ടാവുക. സോ ദീസ് ടു ആർ വെരി മച്ച് കണക്റ്റഡ് അല്ലെ, അല്ലെങ്കിൽ രണ്ടും ബേസിക്കലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അപ്പോ നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഏറ്റവും ആദ്യം given a cylindrical tank in which
cylindrical tank, in which situation will you find surface area and in which situation volume? First question le പറയുന്നത് to find how much it can hold. ഇതിൽ എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് നോക്കിയിട്ടാ നമുക്ക് കാണാൻ പറ്റുക? ഇത് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുക എന്താണ്? വോളിയം ആണ്. സോ വോളിയം ഈസ് ആക്ച്വലി കണക്റ്റഡ് ടു കപ്പാസിറ്റി. നൗ number of cement bags required to plaster it. ഇതിന്റെ പുറത്താണ് എന്ത് ചെയ്യുക? ഇതിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് സിമെന്റ് ബാഗ്സ് റിക്വയർഡ് ടു പ്ലാസ്റ്റർ ഇറ്റ്. ഇതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? പ്ലാസ്റ്റർ ചെയ്യാണ്. അങ്ങനെയാണ് നമുക്ക് എന്താ കാണേണ്ടി വരിക? നമ്പർ ഓഫ് സിമെന്റ് ബാഗ്സ് റിക്വയർഡ് ടു പ്ലാസ്റ്റർ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ഇനി അതേപോലെ അടുത്തത് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്മോളർ ടാങ്ക്സ് ദാറ്റ് ക്യാൻ ബി ഫിൽഡ് വിത്ത് വാട്ടർ ഫ്രം ഇറ്റ്. അപ്പോ ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്മോളർ ടാങ്ക്സ് ദാറ്റ് ക്യാൻ ബി ഫിൽഡ് വിത്ത് വാട്ടർ ഫ്രം ഇറ്റ്. അപ്പൊ ഇതിലുള്ള എന്താ പറയാ വാട്ടർ വേറെ ഇതിൽ നമ്മൾ ഫിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വോളിയം ആണ് യൂസ് ചെയ്യേണ്ടി വരിക. സോ ഫസ്റ്റ് വണ്ണില് ഹൗ മച്ച് ഇറ്റ് ക്യാൻ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വോളിയം എന്നും പറയാം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ സിലിണ്ടറിക്കൽ ടാങ്ക് ഇൻ വിച്ച് സിറ്റുവേഷൻ വിൽ യു ഫൈൻഡ് സർഫസ് ഏരിയ ആൻഡ് ഇൻ വിച്ച് സിറ്റുവേഷൻ വോളിയം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വോളിയം എന്ന് തന്നെ എഴുതാം. വോളിയം എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? കപ്പാസിറ്റി എന്ന് പറയാം. സോ നമുക്ക് ഫസ്റ്റത്തത് വോളിയം, രണ്ടാമത്തെ സർഫസ് ഏരിയ, മൂന്നാമത്തത് വോളിയം. സോ ബേസിക്കലി ഇങ്ങനെയൊന്നും ചോദിക്കൂല. സോ ഇതില് ജസ്റ്റ് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. സോ പ്രോബ്ലം ആയിരിക്കും മിക്കവാറും എക്സാമിന് ഉണ്ടാവുക. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ പറയുന്നത് ഡയാമീറ്റർ ഓഫ് എ സിലിണ്ടർ എ is 7 centimeter and the height is 14. Diameter of cylinder B is 14 and height is 7. Without doing any calculation, can you suggest whose volume is greater? ഇതിൽ ഏത് വോളിയം ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക? സോ ഫസ്റ്റ് വൺ ആയിരിക്കും, സെക്കൻഡ് വൺ ആയിരിക്കും. സോ വിത്തൗട്ട് ഡൂയിങ് എനി കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ സോ ഇങ്ങനെ പറയാ. സോ ഇവിടെ നമ്മൾ ഇതിന്റെ വോളിയം കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ πr² ഇൻറ്റു h ആണ് വരിക. ഇവിടെ ഉള്ളതിനാണ് കൂടുതൽ വെയിറ്റ് വരിക. πr² ഇൻറ്റു h അല്ലേ? സോ ഇവിടെ 7/2 വരും, ഇവിടെയോ 7 വരും. സോ 7ന്റെ സ്ക്വയർ ആണ് വലുത് വരിക. സോ ഇതിനാണ് എന്തുണ്ടാവുക? വോളിയം കൂടുതൽ ഉണ്ടാവുക. നമുക്ക് കാണാൻ പറ്റും, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബൈ സീയിങ് ദ ഷേപ്പ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്സ് വി ക്യാൻ അപ്രോക്സിമേറ്റ്. സോ ഇവിടെ 14 ആണ്, ഇവിടെ 7 ആണ്, അതേപോലെ ഇവിടെ 7 ആണ്, ഇവിടെ 14 ആണ്, ഇവിടെയും 14 ആണ് തന്നിട്ടുള്ളത്. 14. Okay. Now you can see the question here. Without doing any calculation, can you suggest whose volume is greater എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അതിന്റെ ആൻസർ ബി ആണ് വരിക. Verified by finding the volume of both the cylinders. Check whether the cylinder with greater volume also has greater surface area. ഓക്കെ. സോ വോളിയം കൂടുതലുള്ളപ്പോൾ സർഫസ് ഏരിയ കൂടും. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഇങ്ങനെ കൂടുമ്പോൾ സർഫസ് ഏരിയ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? കൂടുന്നതാണ് ഉണ്ടാവുക. ഓക്കെ, എന്തായാലും കൂടും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഏറ്റവും ആദ്യം ഈ രണ്ടെണ്ണത്തിന്റെ വോളിയം കണ്ടുപിടിക്കാം. ഓക്കെ. സോ ഇവിടെ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഓക്കെ. സോ സിലിണ്ടർ എ, ഇതിന്റെ വോളിയം എന്ന് പറയുമ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? πr²h അല്ലെ? സോ ദിസ് ഇസ് ഈക്വൽ ടു 22/7 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇവിടെ 7 ആണ് എന്ത്? ഇതിന്റെ ഡയാമീറ്റർ. സോ 6 എന്ന് പറയുമ്പോൾ 7/2 ആണ് വരിക. സ്ക്വയർ എന്ന് പറയുമ്പോൾ 7/2 ഇൻറ്റു 7/2. വാട്ട് അബൌട്ട് ദ h വാല്യൂ? h is actually 14. Now you can cancel this 7 with this 7 and you can cancel this 2 with this 14. അപ്പൊ ഇവിടെ എന്താ വരിക? 7 ആണ് വരിക. Now you can cancel this 2 with this 22. അപ്പൊ ഇവിടെ 11 ആണ് വരിക അല്ലെ? സോ
വാട്ട് വി ആർ ഹാവിങ് അല്ലെങ്കിൽ ഫൈനൽ ആൻസർ എന്താണ്? 11 into 7 into 7 ആണ് വരിക. സോ 49 into 11 ആണ് വരിക. സോ 490 plus 49 എന്ന് പറയുമ്പോൾ 490 plus 49 എന്ന് പറയുമ്പോൾ 539 ആണ് വരിക. സോ ദിസ് ഇസ് 539. 49 490 then plus 49 489 plus 50 അല്ലെ. സോ 49 5 54. കറക്റ്റ് ആണ്. 539 ആണ് വരിക. ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സിലിണ്ടറിൻ്റെതും കാണാം. രണ്ടാമത്തെ സിലിണ്ടർ എയുടെ വോളിയമാണ് നമ്മളിപ്പോ കണ്ടത്. πr² h വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 22/7 into r² into h വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ഇതാ സിലിണ്ടർ ബി. സിലിണ്ടർ ബി വോളിയം ഈക്വൽ ടു πr² h is equal to രണ്ടാമത്തേൽ 14 ആയിരുന്നു എന്ത്? ഡയാമീറ്റർ. സോ റേഡിയസ് 7. എച്ച് എത്ര വരിക? എച്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കേസിൽ 14 ആയിരുന്നു, ഇവിടെ എന്താ വരിക? 7 ആണ് വരിക. സോ ദിസ് 7 ഈസ് ക്യാൻസൽഡ് വിത്ത് ദിസ് 7. ദാറ്റ് മീൻസ് യു വിൽ ഹാവ് 22 into 7 square അല്ലെ. 22 into 7 square. So 22 into 49 ആണ് വരിക. ദാറ്റ് മീൻസ് 22 into 49 എന്ന് പറയുമ്പോൾ 11 into 49 into 2 എന്ന് പറഞ്ഞാൽ this is going to be 1078 ആണ് വരിക. 1078. വാട്ട് ഈസ് ദ യൂണിറ്റ് ഗിവൺ ഹിയർ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സെന്റിമീറ്റർ ആണ് അല്ലെ. സോ നമുക്ക് എഴുതാൻ പറ്റും എല്ലാം സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ. അപ്പൊ ഏതിനാണ് വോളിയം കൂടുതൽ? നമുക്ക് പറയാൻ പറ്റും സിലിണ്ടർ ബി ഹാസ് larger volume. Now let's find the surface area. Okay. Surface area of cylinder A. In the surface area equation, we can say that 2 pi r into r plus h. This is equal to first case radius എന്ന് പറഞ്ഞാൽ 7/2 ആയിരുന്നു അല്ലേ. ഇതാണ് വരിക. ഓക്കെ. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വാല്യൂ വരിക? ഇവിടെ 7 7 ക്യാൻസൽഡ്, 2 2 ക്യാൻസൽഡ്. ദാറ്റ് മീൻസ് ഇവിടെ വരിക 77 പ്ലസ് 22 into 14. 22 into 14 എത്ര വരിക? 22 into 14 22 into 14 which is equal to 4 8 308 ആണ് വരിക അല്ലെ. സോ നമ്മൾ ചെയ്യേണ്ടത് കോമൺ ടേം കട്ട് ചെയ്യുക. സോ വാട്ട് വി ആർ ഹാവിംഗ് ഈസ് 11 into 7 വരും. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ 22 into 14 വരും എന്ന് പറഞ്ഞാൽ 11 into 7 4 ടൈംസ്. സോ 77 144. അതേപോലെ തന്നെ ദാറ്റ് അഗെയിൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ വരും. 14 into 22 എന്ന് വരും.
അപ്പോ 220 പ്ലസ് 88 അല്ലേ? സോ ഇറ്റ് ഷുഡ് ബി 308. കറക്റ്റ് ആണ്, 308. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇറ്റ് വിൽ ബി 307 8 5 7 1 8 385 ആണ് വരിക അല്ലേ? സോ ഇതിന്റെ യൂണിറ്റ് എന്താ വരിക? 385 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരിക. Now the second shape, that is surface area of cylinder B. ഇതിന്റെ വാല്യൂ എന്താ വരിക? This is again equal to the same equation, 2 pi r into r plus h ആണ് വരിക. So this is equal to 2 into 22 by 7 into, what about the r in the second case? ഇത് 7 ആണ് വരിക. So this is 7 into 7 plus 7, കാരണം ഹൈറ്റ് 7 തന്നെയാണ് വരിക, റേഡിയസ് 14/2 7 വരും. So this is going to be 7 cancelled, that means 2 into 22 into 7 plus 7 14. So this is equal to 44 into 14 ആണ് വരിക. 44 into 14 എത്ര? 44 into 14 വരിക? 616 ആയിരിക്കും വരിക. സോ ദിസ് ഈസ് ഈക്വൽ ടു 616 സെന്റിമീറ്റർ സ്ക്വയർ. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. 440 വരും. 440 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരും. ദെൻ 44 88. സോ ഇറ്റ് ഷുഡ് ബി 528 അല്ലെ? 528 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 608 പ്ലസ് 8 616. സോ 616 സെന്റിമീറ്റർ സ്ക്വയർ ആണ് വരിക. സോ ദാറ്റ് മീൻസ് again we can say that surface area of cylinder B will be more than surface area of cylinder A. So നമുക്ക് പറയാൻ പറ്റും surface area of cylinder B is more than cylinder A. അത്രയുമാണ് ഇവിടെ പറയാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞു വോളിയം ഓഫ് സിലിണ്ടർ B is greater compared to എന്താ പറയാ സിലിണ്ടർ എ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ബി ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ദ സിലിണ്ടർ എ. ഇത്രയുമാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ള ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ ക്യൂബോയിഡ് whose base area is 180 centimeter square and the volume is 900 centimeter cube. Find the height of a cuboid. അപ്പൊ നമുക്കറിയാം height into area is equal to volume അല്ലെ? സോ നമുക്ക് പറയാൻ പറ്റുന്നത് what is the question here? What is the height? അതാണ് ചോദ്യം. Height is equal to volume എത്രയാ? 900 divided by what about the base area? 180 അല്ലെ? 180. So this 0 cancelled. 90 by 18 എന്ന് പറയുമ്പോൾ it should be 5. So നമുക്ക് പറയാൻ പറ്റും 5 സെന്റിമീറ്റർ. ഇതാണ് എന്ത് വരിക? ഇവിടെയുള്ള എന്താ പറയാ ഹൈറ്റ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഈസ് ജസ്റ്റ് 5 സെന്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A cuboid is of dimension 60 into 54 into 30. How many small cubes with a side 6 cm can be placed in the given cuboid? First നമ്മൾ എന്ത് ചെയ്യണം? വോളിയം ഓഫ് ക്യൂബോയിഡ് കാണാം, എന്നിട്ട് വോളിയം ഓഫ് ക്യൂബ് കാണാം, എന്നിട്ട് എന്ത് ചെയ്യാം? അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വോളിയം ഓഫ് ക്യൂബോയിഡ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 60 into 54 into 30. So this is equal to എത്ര വരിക? 60 into 54 into 30 എന്ന് പറയുമ്പോൾ 3 into 54 അല്ലെ?
സോ 60 into 30, 6 3 18. 1800 into 54. ഇതാണ് വരും. ഇത് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ 54 into 18 നമ്മൾ ചെയ്യാം. 54 into 18 324 അല്ലെ. 324 3 എത്ര വരിക? 324 900 972. 972 ആയിരിക്കണം വരിക. 4 32. Then we have 3. Then 8 40 43 വരും. Then 4 5 നമ്മൾ പറഞ്ഞ പോലെ 972 ആണ് വരിക. കറക്റ്റ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 97200. ഓക്കെ. സോ ഇതെങ്ങനെയാണ് നമ്മൾ നേരത്തെ 972 പറഞ്ഞത്? 54 എന്ന് പറഞ്ഞാൽ 18 into 3 ആണ്. സോ 18 into 18 എത്രയാ? 18 into 18 324 ആ. 324 into 3 ആണ് 972. അതാണ് ഷോർട്ട് കട്ട്. സോ എനിവേ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹൗ മെനി ക്യൂബ്സ് ക്യാൻ ബി പ്ലേസ്ഡ് എന്നല്ലേ പറഞ്ഞത്. സോ ഇവിടെ വോളിയം ഓഫ് ക്യൂബ് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ക്യൂബ് ഈസ് ഈക്വൽ ടു എത്രയാ? സൈഡ് എത്ര? 6 അല്ലേ. 6 ക്യൂബ് ഈക്വൽ ടു 216 ആണ് വരിക. ഇതെല്ലാം സെന്റിമീറ്ററിലാണ്. സോ യു ക്യാൻ റൈറ്റ് centimeter cube here. Now what about the number of small cubes? Number of small cubes is equal to 97200 divided by 216. ഇതാണ് വരിക. ഇത് എത്ര വാല്യൂ വരിക? 972/216 എന്ന് പറഞ്ഞാല് 9 2 18. ആക്ച്വലി 2 ഇവിടെ 216 അല്ലെ. 216 എന്ന് പറയുമ്പോ 2 4 2 4 2 എത്ര? 4 200 800 വരും. 16 16 32 64 അല്ലേ. ഓക്കെ. സോ ഇതിന്റെ വാല്യൂ എത്ര വരും? 972/216. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര വരും? ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? സോ യു ക്യാൻ സിംപ്ലി ഡിവൈഡ് വിത്ത് 97200/36 into 6 ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ആദ്യം വേണമെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെയും ചെയ്യാം. സോ നമുക്ക് ആദ്യം ഇതിനെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 36ഉം 36ഉം 72 അല്ലെ. സോ 72 എന്ന് പറയുമ്പോൾ we can say that this is equal to basically 36 97 എത്ര പ്രാവശ്യം വരിക? 72 എന്ന് പറയുമ്പോൾ 2 വരും. അപ്പൊ 97 ബാലൻസ് എത്ര ഉണ്ട്? 70 എന്ന് പറയുമ്പോൾ ബാലൻസ് 25 252 ആണ് വരും അല്ലെ. സോ 252 36 എത്ര വരും? 252 36 360 10. സോ 360 10 അല്ലെ. സോ അതിന്ന് 8 ആണെങ്കിൽ എന്താ പറയാ? 360 290 സംതിങ് വരും അല്ലെ. സോ അതൊന്നും വരില്ല. സോ നമുക്ക് എത്ര വരിക? 252 6 നോക്കിയാലോ? 36 into 6 216 വരും അല്ലെ. 216 6 വരും. ദെൻ വാട്ട് അബൌട്ട് 7th വൺ? 216 പ്ലസ് 36 നോക്കിക്കഴിഞ്ഞാല് 252 പെർഫെക്റ്റ് ആണ്. സോ നമുക്ക് ഇവിടെ കിട്ടുക, ഇവിടെ 252 ഇവിടെ 7 വരും, പിന്നെ ബാക്കി 00 വരും, ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. സോ 97 36 2 ടൈംസ് പോകും, ബാക്കി 252 7 ടൈംസ് പോകും, ബാക്കി 00. സോ 2700/6 എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എത്ര വരിക? ദിസ് ഇസ് ഗോയിങ് ടു ബി 24 6 എത്രയാ?
4 വരും അല്ലെ, 6 4 24. ബാക്കി 30 നമുക്കറിയാം 5 ആണ് വരിക. 450 ആണ് ആൻസർ വരിക. സോ നമുക്ക് പറയാൻ പറ്റും 450 സ്മോളർ ക്യൂബ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെയ്യാൻ പറ്റും. സോ the first question, the first thing is given here is cuboid volume. അത് നമ്മൾ എന്ത് ചെയ്യുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വെച്ച് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോ ക്യൂബിന്റെയും വോളിയം കണ്ടുപിടിക്കുക. അത് 6 ക്യൂബ് വെച്ച് 216 വരും. ആക്ച്വലി ഇവിടെ ഒരു ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 6 ക്യൂബ് 216 വരും. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ സ്മോളർ ക്യൂബ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ കിട്ടും. സോ 450 നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.